ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് 1-ാം തീയതി, അതായത് 2024 വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ വിഷസ് ആദ്യം തന്നെ ഞാൻ തരുന്നു. ഇന്ന് ഏതായാലും ഓട്ടോമൊബൈലിന്റെ കാര്യമാണെങ്കിൽ പോലും നല്ലൊരു ശീലം കൂടെ നമുക്കൊന്ന് പഠിച്ചു തുടങ്ങാം. 1-ാം തീയതി ആയിട്ട് ഒരു പുതിയ ശീലം ആയിക്കോട്ടെ. വേറൊന്നുമല്ല, ഒട്ടുമിക്ക എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്കാർ വാഹനം സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. എന്നാൽ എത്ര പേര് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്? അതായത് ബാക്കിയുള്ളവരെ സഹായിക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഒരു സഹായം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചൊരു നന്ദി വാക്ക്, അതായത് ഒരു താങ്ക് യു എന്ന് പറയാൻ വേണ്ടി എത്ര പേര് ശ്രമിക്കാറുണ്ട്? ഞാൻ ഇത്ര പറഞ്ഞപ്പോൾ കുറച്ചുപേരെങ്കിലും ചോദിച്ചു, ഇതെന്നെ ഇവനീ ഉദ്ദേശിക്കുന്നത്? നല്ലൊരു ഡൗട്ടാണ്. കാരണം ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം അതിനകത്ത് മനസ്സിലാവണമെന്നില്ല, ഒന്നും തന്നെ ഇല്ല. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു വ്യക്തി, അതായത് ആ വാഹനം ഓടിക്കുന്ന വ്യക്തി അടുത്ത വാഹനം ഓടിക്കുന്ന വ്യക്തിയെ കൂടുതലും സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് ഞാനൊരു ആംബുലൻസ് ഡ്രൈവറിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അവർ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ എന്ത് കോൺഫിഡൻസിലാണ് നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് ചോദിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വാഹനം ഓടിക്കുന്ന വ്യക്തി ഉറപ്പായി മാറിത്തരും എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. ഈ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളെല്ലാം വാഹനം ഓടിക്കുന്നത്. കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുറെയൊക്കെ നമ്മുടെ വാഹനം ഓടിക്കുന്നത് ഒരു വിശ്വാസത്തിൽ തന്നെയാണ്. കാരണം നമ്മൾ ഒരു സൈഡിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, അതായത് റൈറ്റ് സൈഡിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരു വാഹനം നമുക്ക് വേണ്ടി ഒന്ന് നിർത്തി തരിക. ആ വ്യക്തിയുടെ അത്രയും നേരത്തെ സമയം, അതായത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം നമ്മൾ ഒന്ന് തിരിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഹായ് അല്ലെങ്കിൽ ഒരു ബൈ, ഒരു താങ്ക് യു എന്നുള്ള രീതിയിൽ വാഹനത്തിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മാത്രമേ ഉള്ളൂ, അതായത് നാട്ടിലെ മീൻസ് നമ്മുടെ കേരളത്തിലൊക്കെ വാഹനം ഓടിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലൊക്കെ ആണെങ്കിലും ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും ഞാൻ കാണാത്തൊരു കാര്യം ശരിക്കും ഗൾഫ് കൺട്രീസിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വാഹനം റൈറ്റ് സൈഡിലെ റോഡിലോട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ റോഡിലോട്ട് കയറാൻ വേണ്ടി എൻ്റർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരാൾ അവിടെ ബ്രേക്ക് ചവിട്ടി കൊടുത്ത് കയറി കഴിയുമ്പോഴത്തേക്കും അവരൊരു ബൈ അല്ലെങ്കിൽ ഒരു താങ്ക് യു കൊടുത്തതിന് ശേഷം മാത്രം പോവാറുള്ളൂ. നമ്മൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് പേര് ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും, ഇവിടെ പോലീസ് അവിടെ നിൽക്കുന്നുണ്ട്, അതുണ്ട്, ഇതൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാലും തിരിച്ചൊരു മറുപടി, ഒരു താങ്ക് യു അല്ലെങ്കിൽ ഒരു കൈ ഒന്ന് പൊക്കി കാണിക്കാന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ ആ ഒരു ശീലം തുടങ്ങുക. കാരണം അങ്ങനെ ചെയ്യുന്നുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ആ വ്യക്തിക്ക് ഇതുപോലെ ഒരാൾക്ക് പിന്നെ ഒരു ഹെൽപ്പ് ചെയ്യാൻ തോന്നും. കാരണം ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു താങ്ക് യു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടി കഴിയുമ്പോഴത്തേക്കും നാളെയും നമുക്കത് ചെയ്യാൻ തോന്നും. കുറച്ച് പിള്ളേർ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്, ഒന്ന് ജസ്റ്റ് നമുക്ക് പോകാൻ തിരക്കില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ബ്രേക്ക് ചവിട്ടി കൊടുക്കുക, അവരെ കടത്തി വിടുക. അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം അതായിക്കോട്ടെ നമുക്ക് ഈ ഒരു വർഷം മുഴുവൻ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഈ ഒരു വർഷം മാത്രമല്ല, ഇനി അങ്ങോട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ആകെപ്പാടെ ഒരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം വഴക്കുണ്ടാക്കി ബഹളവും വെച്ച് ആർക്കും ആർക്കും ഒന്നും ചെയ്ത് കൊടുക്കാതെ ഒക്കെ നടക്കുന്നതിന് പകരം കുറച്ച് സന്തോഷം പറ്റുന്ന പോലെ എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കണം. വാഹനം ഓടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു മ്യൂച്വൽ ഹെൽപ്പിങ്ങും ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ.